ഇയാൾ ഇടുന്നത് അയാൾ കക്കൂസി പോകുന്ന വീഡിയോ കേട്ടോ. കക്കൂസിലോട്ട് ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ്. ഒരു പെൺകുട്ടി അയാളെ പിന്നെ ഓടിപ്പോകുന്നുണ്ട്, കോമാളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ, പോലീസിനെ, നിയമ സംവിധാനം, എൻ്റെ സംവിധാനങ്ങളെ കളിയാക്കുകയാണ്, അങ്ങേയറ്റം കളിയാക്കുകയാണ്. അതെന്ത് വേണമെന്ന് പോലീസ് തീരുമാനിക്കട്ടെ. സജി നന്ദിയാട്ട്, ഇപ്പം നടി വിൻസി അലോഷ്യസിൻ്റെ പരാതി നിങ്ങളുടെ പക്കലുണ്ട്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ നിങ്ങൾ പറഞ്ഞത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്രയും ആ സിനിമാ മേഖലയിൽ നടക്കുന്ന അളിഞ്ഞ അലമ്പ് പരിപാടികളുടെ ഒരു താമ്രപത്രം, ഒരു രേഖാപത്രമായിരുന്നെങ്കിൽ നിങ്ങൾ ഹേമ കമ്മിറ്റിയെ അതിനെ നിരാകരിക്കുകയായിരുന്നു, പരാതിയില്ലല്ലോ എന്നൊക്കെ പറയുകയായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞു ശരിയായി, പരാതി കൊടുക്കാൻ ആരും തയ്യാറായില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ നിങ്ങളുടെ പക്കൽ വളരെ വ്യക്തമായൊരു പരാതിയുണ്ട്. ആ പരാതിയിലെ പേര് പുറത്തു പറഞ്ഞതിൽ വിൻസി അലോഷ്യസ് താങ്കളോടക്കം പരാതിയും പരിഭവവും വഞ്ചന ആണ് തോന്നലൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ പരാതിയിൽ സിനിമാ സംഘടനകൾ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്താണ് സജി നന്ദിയാട്ട്? അല്ല, ആദ്യം പറയട്ടെ, വിൻസി അലോഷ്യസ് ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഇതിൽ പറഞ്ഞ നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല. മറിച്ച് ചാനലുകൾ, ദൃശ്യമാധ്യമ പ്രവർത്തകർ ഈ പേര് എന്നോട് ആ പേര് ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ നാവിൽ നിന്നും ഇന്നയാളാണ് പ്രതിയല്ല, ഇന്നയാളാണ് അക്യൂസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്. അത് പറഞ്ഞ ചാനലുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് വിൻസി അലോഷ്യസിന് തൽക്കാലം ബോധ്യമാകുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് പോട്ടെ. ഒരിക്കലും ഞങ്ങളായിട്ട് ഇത് ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഈ വിൻസിയെ ഞങ്ങളാണ് അങ്ങോട്ട് വിളിച്ചത്. ഞങ്ങളുടെ കൂടെ വനിതകളുണ്ട്. ആ വനിതകൾ വിൻസിയെ വിളിക്കുന്നു. പത്രങ്ങളിലൂടെ ഞങ്ങളിത് അറിയുന്നു, മനോരമയിലൂടെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും IC രൂപീകരിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നത്. എന്നിട്ടും ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 30-35 സെൻറ്ററിലൊക്കെ ആയിരിക്കും ഷൂട്ടിംഗ് നടക്കുക. 35 പടങ്ങൾ ഒരേ സമയം ഷൂട്ട് നടക്കും. ഒരു സിനിമ പോലും ശരാശരി 40-50 ലൊക്കേഷൻ ചേഞ്ച് വരും. ഇത് ഫോളോ അപ്പ് നടത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമായിട്ട് നടക്കില്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായമൊക്കെ പറയാം. പക്ഷേ കൃത്യമായി മാക്സിമം ഞങ്ങളുടെ കഴിവിൻ്റെ പരിമിതി ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ടായി. ഞങ്ങളുടെ വനിതാ മെമ്പർമാർ, റാണി ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ സജിത മഠത്തിൽ ഉൾപ്പെടുന്ന, ആഷ ഉൾപ്പെടുന്നവർ വിളിച്ചു. ഞങ്ങളുടെ ഇതിൻ്റെ ചെയർമാൻ G. സുരേഷ് കുമാർ, പ്രസിഡന്റ് BR ജേക്കബ്, ഞാൻ ഉൾപ്പെടെയുള്ളവരിൽ പങ്കെടുത്തു. ഞങ്ങൾ വിളിച്ച് വിൻസിയോട് സംസാരിച്ചു. എന്നാണ് സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ അന്വേഷിച്ചു. അതനുസരിച്ച് നടപടി എടുക്കാമെങ്കിൽ നിയമപരമായ നടപടി, പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യമില്ല. മറിച്ച് സംഘടനാപരമായി നടപടി എടുക്കാമെങ്കിൽ, പ്രൊട്ടക്റ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് പരാതി നൽകാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പരാതി ഞങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പരാതി കൊടുത്തിരുന്നു ഇന്നലെ വൈകിട്ട്. അപ്പോൾ തന്നെ ഒരു യൂട്യൂബ് ചാനൽ അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് പരാതി നൽകി. അത് എറണാകുളത്താണ്. ഞങ്ങളുടെ ചേംബറിൻ്റെ ഈ പറഞ്ഞ ചേംബറിൻ്റെ ഈ മെയിൽ ഐ ഡിയല്ല, ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മെയിൽ ID ഇന്നലെ പുതിയതായിട്ട് കിട്ടിയതാണ്. അതിലാണ് ചെയ്തത്. അതനുസരിച്ച് ഞാൻ കോട്ടയത്താണ് ഇരിക്കുന്നത്. ഞാൻ ഈ പരാതി കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കൈമാറുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ചാനലുകാർക്ക് ഞാൻ കൈമാറിയിട്ടുണ്ടെങ്കിൽ അവർ അത് കാണിച്ചാൽ ഞാൻ ഇപ്പോൾ രാജിവെക്കാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ രാജിവെക്കും. കാരണം ഞാൻ ഒരുമിച്ചാണ് നമ്മുടെ പ്രശ്നം അതല്ല, അത് വിൻസി അലോഷ്യസിന്റെ തലവേദനയാണ്. അല്ല, ഞാൻ പറയുന്നത് അതിന് തീരെ കൺസേൺ ആയി കാണേണ്ടതില്ല എന്നർത്ഥത്തിൽ ഞാൻ പറയുന്നതല്ല. പക്ഷെ ആ പേര് കേരളം പറഞ്ഞാൽ പ്രശ്നം എന്താണ്? സിനിമാ സെറ്റിൽ ലഹരി അടിച്ചു വന്ന് സ്ത്രീകളോട് വളരെ മോശമായി വൃത്തികേടും മര്യാദകളും പറയുന്ന പിന്നെ സിനിമയുടെ വിജയം, സിനിമയുടെ സ്ഥാനമൊക്കെ അതവിടെ ഇരുന്നോട്ടെ. എന്റെ ചോദ്യം അതല്ല. സജി നന്ദിയാട്ടെ, ഇപ്പോൾ ഒരു പരാതി നിങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതിയിൽ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ലഹരി അടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി, അപമര്യാദയായി ഉള്ള വർത്തമാനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള പരാതി നിങ്ങളുടെ മുന്നിലുണ്ട്. സജി നന്ദിയാട്ട്, നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് പെൺകുട്ടികൾ പരാതി നൽകുന്നില്ല എന്നുള്ളതിന് ഈ മാഫിയ, ഈ പറയുന്ന കിങ് ബിൻസ് കൊന്നുകളയോ എന്ന് പേടിയുള്ള കാര്യമടക്കം അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പോട്ടെ, നിങ്ങൾ അതിനെ നിരാകരിക്കലാണ്. സജി നന്ദിയാട്ട്, എൻ്റെ ചോദ്യം, എൻ്റെ ബെയർ മിനിമം ചോദ്യം, വിൻസി ഈ പരാതി നൽകിയതിൻ്റെ പേരിൽ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ കഴിവുള്ള, സംസ്ഥാന അവാർഡ് നേടിയ, ഒരുപാട് സിനിമകൾ അഭിനയിച്ച, അവരുടെ പ്രതിഭ തെളിയിച്ച ഒരു നടിയെ ചവിട്ടിക്കൂട്ടി ഒതുക്കി മൂലക്കിടില്ല എന്ന ഉറപ്പെങ്കിലും സജി നന്ദിയാട്ടിന് പറയാൻ പറ്റുമോ സിനിമാ സംഘടനയുടെ നേതൃത്വം എന്നുള്ള നിലയ്ക്ക്? സജി നന്ദിയാട്ട്, ബാക്കി അന്വേഷണവും ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ നടപടിയൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി നിൽക്കട്ടെ. വിൻസിയെ ഒതുക്കില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങേക്ക്? തീർച്ചയായിട്ടും. ഞങ്ങൾ ആഷ്മി പറഞ്ഞ ആദ്യ പോയിന്റ്, ഈ വ്യക്തിയുടെ പേര് വെളിയിൽ വരുന്നതിൽ എന്താണ് കുഴപ്പം? ഞാൻ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ വിൻസിയോട് ഞങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. വിൻസി ഞങ്ങളോട് ആവശ്യപ്പെട്ട ഡിമാൻഡ്, അത് പാലിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഈ നിമിഷം വരെ. പിന്നെ
പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഗസ് ചെയ്ത് പേര് വരുമ്പോൾ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല. അടുത്ത പ്രശ്നം, ബിൻസി ആരും ഇവിടെ ഒതുക്കില്ല. ബിൻസിയുടെ ശക്തമായ നടപടി മലയാള സിനിമയിൽ, കാരണം ഞാൻ മനസ്സിലാക്കിയത് നല്ലൊരു കുട്ടിയാണ്, എല്ലാം കൊണ്ടും നല്ല കുട്ടിയാണ്, വളരെ നല്ല സ്വഭാവത്തിനുടമയാണ്, വളരെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഇന്നസെൻ്റ് ആയ ആളാണ്. ആ കുട്ടി വളരെ കൃത്യമായി IC കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടെ IC 5 പേരുണ്ട്, അതിൽ 3 വനിതകളാണ്. വളരെ നല്ല അഭിപ്രായം പറഞ്ഞു, ഡയറക്ടറെ കുറിച്ചും പ്രൊഡ്യൂസറെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ കൂടെ നിൽക്കും. വളരെ ശക്തമായി ഇത് ഈ വളരെ നല്ല രീതിയിൽ ഈ ഇൻഡസ്ട്രി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ 7 അഫിലിയേറ്റ്സ് ഉണ്ട്. ആ 7 അഫിലിയേറ്റ്സിന്റെ 3 അംഗങ്ങളുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. ഞങ്ങൾ കൃത്യമായി, പ്രത്യേകിച്ച് രാഷ്മിക്ക് അറിയാലോ, ഞാനാണ് ഇതിന് സാങ്ഷൻ കൊടുക്കുന്ന ആൾ. നമ്മൾ ഈ പ്രോജക്റ്റുകളെല്ലാം വളരെ കൃത്യമായി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരു അക്കാഡമിക് മീൻസ് കറക്റ്റായിട്ട്, കാരണം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പരിമിതികളുണ്ട് കേട്ടോ, ഇതിനൊന്നും പറയില്ല. അപ്പോൾ മാക്സിമം ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് എഫക്റ്റ് ഉണ്ടാവണം. പക്ഷേ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ എന്നെ ഞെട്ടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു. വിൻസിയുടെ കൂടെയുണ്ട്. വിൻസി മലയാള സിനിമയിൽ ഒതുക്കപ്പെടില്ല, നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ആ വിൻസിയോട് ഒപ്പം ഉണ്ടാവും. ഞങ്ങൾ അതുകൊണ്ടല്ലേ ആൻഷ്മി നല്ല കാര്യം എടുത്തു നോക്കിയുള്ള കാര്യം, ഈ പറയുന്ന മാഫിയ സംഘത്തിനെതിരെ എഴുന്നേറ്റ് നിന്ന് 4 വർത്താനം പറഞ്ഞ ഒരു മൂവ്മെന്റ് നടത്തിയ രമ്യ നമ്പീശിന്റെയും ഈ പറയുന്ന പാർവതി തിരോത്തിന്റെയും ഒക്കെ അവസ്ഥയും ഏത് രീതിയിൽ ഒതുക്കപ്പെട്ടു, ഏത് രീതിയിൽ ഘട്ടം ഘട്ടമായി ഏത് രീതിയിൽ ശാസ്ത്രീയമായി ഒതുക്കി എന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു ചോദിച്ചാണ് ആ അനുഭവം വിൻസിക്ക് ഉണ്ടാവാതിരിക്കണം.